ഇപ്പോൾ കോഴിക്കോട് നിന്നും റിയാസ് KMR കൂടി നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. റിയാസ്, കേൾക്കാമോ? റിയാസ് ഇപ്പോൾ എവിടെയാണ്? നമുക്കറിയാം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം മിഠായി തെരുവൊക്കെ ഈ ഉത്രാടപ്പാച്ചിലിൽ വലിയ തിരക്ക് ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ തന്നെയാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് അവിടുത്തെ ഓണ വിശേഷങ്ങൾ? സുധി, മിഠായി തെരുവിൽ തന്നെയാണ് ഞങ്ങൾ ഉള്ളത്. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ വലിയ ഒരു തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഒരു സാഗരം പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന രീതിയിൽ ജനസാഗരത്തെയാണ് നമ്മൾ കാണുന്നത്. ഈ കാഴ്ചയിൽ നമുക്ക് കാണാൻ കഴിയും ഏറ്റവും അവസാനം തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ഇവിടെ. നമുക്ക് കച്ചവടക്കാർ അവരുടെ സാധനങ്ങൾ ഇതാ ഒക്കെ വിൽക്കാനുള്ള ഒരു ശ്രമം. കള്ളികള് പ്രിന്റുകളൊക്കെ ഉണ്ട്. എത്രയാ വില? 350 രൂപ ലേബർ ചാർജ് പൈസക്കാണ് കൊടുക്കുന്നത്. ഞങ്ങൾ ഓണം പ്രമാണിച്ച് ബമ്പൻ ഓഫറാണ്, ഒന്ന് വാങ്ങിച്ചോളൂ. ഒരു മിഠായി തെരുവിൽ ഇതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകളുമായി മിഠായി തെരുവിൽ ഇവിടെ കച്ചവടക്കാരുണ്ട്. ഇവിടെ ഈ മിഠായി തെരുവിന്റെ നമുക്ക് കാണാം ഈ തെരുവിന്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ SK പൊറ്റക്കാടിന്റെ പ്രതിമ മുതൽ അങ്ങേയറ്റം വരെ ഹലുവ വിൽക്കുന്ന ഇടം വരെ എല്ലാം തന്നെ നമുക്ക് വലിയ ഒരു സൂചി കുത്താൻ ഇടമില്ലാത്ത വിധം ആൾക്കൂട്ടം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങ് അകലെ വരെ, കാരണം അതിനിടയിലൂടെ നടന്നു പോവുക എന്ന് പറയുന്നത് പോലും അസാധ്യമാണ്. നേരത്തെ നമ്മൾ വന്ന സമയത്ത് ഒരു കുഞ്ഞ് ഇവിടെ പോലീസ് ഹെഡ് പോസ്റ്റിലേക്ക് ഒരു കുഞ്ഞ് എത്തപ്പെട്ടു. കുഞ്ഞിന്റെ പിതാവിനെ കാണാതെ ആകെ ബേജാറായി എത്തപ്പെട്ടു. പക്ഷേ പോലീസ് ആ കണ്ടെത്തി കൊടുത്തു. ഒരു നല്ല ഒരു വിവരം കൂടി ഈ തിരുവോണത്തിന്റെ തലേന്ന് ഈ ഉത്രാട ദിനപ്പാച്ചിലിനൊപ്പം നമുക്ക് ഈ മിഠായി തെരുവിൽ നിന്നും പങ്കുവെക്കേണ്ടതുണ്ട്. ഇവിടെ ഓണം ആഘോഷിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മിഠായി തെരുവിലെ തിരക്ക്. മലയാളികളുടെ പൊന്നോണത്തിന് അവസാനവട്ട ഒരുക്കങ്ങൾ തന്നെയാണ്. നാളെ എല്ലാ സാധനങ്ങളൊക്കെ ഇതായോ? എല്ലാം വാങ്ങിയോ? വീട്ടിൽ വെച്ചാണോ നാളെ ഓണം? അതെ, ഇന്ന് ഓഫീസിലായിരുന്നു, അത് കഴിഞ്ഞു. ഇനി വീട്ടിൽ വെച്ചിട്ട് ഇപ്പഴ പൊതുവെ സദ്യയൊക്കെ നമ്മളെങ്ങനെ വീട്ടിലൊരുക്കുവോ? അല്ല വീട്ടിൽ തറവാട്ടിലൊരുക്കും. എല്ലാവരും അവിടെ തറവാട്ടിലായിരിക്കും. എവിടെയാ തറവാട്? എടപ്പാള്. കണ്ട, മലപ്പുറം ജില്ലക്കാർ കോഴിക്കോട് മിഠായി തെരുവിൽ വന്ന്, അതായത് മലബാറിന്റെ ഒരു വലിയ വാണിജ്യ തലസ്ഥാനം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ SM സ്ട്രീറ്റിനെ വിളിക്കാവുന്ന രീതിയിലാണ് ഉള്ളത്. ആളുകളൊക്കെ വളരെ ദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിൽ നിന്ന് പോലും ആളുകൾ